നാം നിർവഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അത് ഇബ്രാഹിം നബിയുടെ അനുധാവനമാണ്. ഇബ്രാഹിം നബിയെ പിൻപറ്റിക്കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ. ചേലാകർമ്മം അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിന്തുടർന്നുകൊണ്ടാണ് നിർവഹിക്കപ്പെടുന്നത്. ഇബ്രാഹിം നബിയെ ചേലാകർമ്മം ചെയ്യപ്പെട്ടത് 80-ാമത്തെ വയസ്സിലായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ മാർഗത്തെ പിൻപറ്റിയിട്ടാണ് ഈ ഉമ്മത്തിലെ പുരുഷന്മാരും ഈ ഉമ്മത്തിലുള്ളവർ ചേലാകർമ്മം ചെയ്യുന്നത്. ഉലൂഹിയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തെ പിൻപറ്റിക്കൊണ്ടാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അതാണ് ഖുർആൻ പറയുന്നത്. വത്തബിഊ മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ മില്ലത്തിന്റെ മാർഗത്തിന്റെ പിതാവായ ഇബ്രാഹിമിനെ നിങ്ങൾ പിൻപറ്റണേ എന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രവാചകന്മാർ മുഴുവനും അവരുടെ സന്താന ലബ്ധിക്ക് മുമ്പ് ദുആ ചെയ്തത് അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളെ തന്ന് അനുഗ്രഹിക്കണേ എന്നായിരുന്നു. അങ്ങനെ നമ്മൾ ദുആ ചെയ്യണം. ആ ദുആയുടെ ഫലമായി അല്ലാഹുവിനെ ഓർക്കുന്ന റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന ശാകിരീങ്ങളായ മക്കളെ അല്ലാഹു നമുക്ക് തരുന്നതാണ്. റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നൽകപ്പെട്ട മക്കളെ അല്ലാഹു ശാകിരീങ്ങളും ദാകിരീങ്ങളും ആബിദീങ്ങളും മുഖ്ലിസീങ്ങളും ആക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരങ്ങളെ, ആലോചിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലാഹു നമുക്കൊരു മകനെ തന്നാൽ, ഒരു മകളെ തന്നാൽ സന്തോഷത്തോടുകൂടെയാണ് നാം സ്വീകരിക്കേണ്ടത്. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം വേണം. ആ സന്തോഷത്തിൽ നാം ഇസ്ലാമികമായ മാനങ്ങളൊന്നും മറന്നു പോകരുത്. നമ്മുടെ മക്കളെ നന്നായി തീരാൻ വേണ്ടി പ്രാഥമികമായി ഗർഭാവസ്ഥയിൽ തന്നെ നമ്മൾ ദുആ ചെയ്തു. അങ്ങനെ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. ഒരു കുഞ്ഞ് നമുക്ക് ജനിച്ചു. എന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നാം നിർവഹിക്കേണ്ടതുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാര്യമാണ് കുഞ്ഞു പിറന്നാൽ മറന്നു പോകല്ലേ. ഇന്നതൊക്കെ മറക്കപ്പെടുകയാണ്, ഇന്നതൊക്കെ വിസ്മരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ താന്തോന്നികളായി തോന്നിയതുപോലെ ജീവിക്കുന്നവരായി, ഉമ്മാക്ക് ഭാരമായി ഉപ്പാക്ക് ഭാരമായി അപമാനമായും പുതിയ കാലത്തെ മക്കൾ മാറുന്നത് എന്തുകൊണ്ടാ? നാം നിർവഹിക്കേണ്ട കടമകൾ പാലിക്കാത്തത് കൊണ്ടാണ്. പ്രസവിച്ച ഉടനെ കുഞ്ഞിനോട് നമ്മൾ നിർവഹിക്കേണ്ടുന്ന ചില കടമകളുണ്ട്. അതിൽ പ്രധാനമാണ് വലതു ചെവിയിൽ ബാങ്ക്